എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മാപ്പ് ബേസ്ഡ് ആയിട്ട് ഡയറക്ഷൻസ് എങ്ങനെ പഠിക്കാമെന്നാണ്. ഡയറക്ഷൻസ് പഠിക്കുക എന്നല്ലാതെ ഒരു ആപ്ലിക്കേഷൻ പോലെയാണ്. ഇപ്പോൾ ലഡാക്ക് ഒരു പോയിൻ്റ് ആണെങ്കിൽ അത് നോർത്താണ്, മധ്യപ്രദേശ് ഒരു പോയിൻ്റ് ആണെങ്കിൽ മധ്യപ്രദേശ് നോക്കുമ്പോൾ ലഡാക്ക് നോർത്താണ്, ഗുജറാത്ത് വെസ്റ്റാണ്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഈസ്റ്റാണ്, കേരള അല്ലെങ്കിൽ തമിഴ്നാട് സൗത്താണ് അല്ലേ. ഇത് നമുക്കറിയാം, നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ്. ഓക്കെ അല്ലേ, അതൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡയറക്ഷൻസ് എന്താണ്? ഇത് നോർത്ത് ലഡാക്ക് നോർത്തും ഈ പറഞ്ഞ ഗുജറാത്ത് വെസ്റ്റും ആണെങ്കിൽ ഈ ഭാഗം എന്താണ്? ഈ ഭാഗം എന്താണ്? നോർത്ത് വെസ്റ്റ് അല്ലേ. ഇതെന്താണ്? ഈ സ്കെയിലിൻ്റെ ഭാഗം, അത് ഡയറക്റ്റ് ചെയ്യുന്ന ഭാഗം എന്താണ്? സൗത്ത് വെസ്റ്റ്. ഇത് നോർത്ത് ഈസ്റ്റ് അല്ലേ, നോർത്ത് ഈസ്റ്റ്. ഇത് നോർത്തും ഇത് ഈസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റാണ്. ഇത് ഈസ്റ്റ്. ഇവിടെ എന്താണ്? ഈ സ്കെയിൽ പോയിൻ്റ് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റിലാണ്. സൗത്ത് ഈസ്റ്റ്. ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡയറക്ഷൻസ് മനസ്സിലായി എന്ന് നോക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. ഗുജറാത്ത് ഒരു പോയിൻ്റായി കൺസിഡർ ചെയ്യുക. ഗുജറാത്തിൽ വേണമെങ്കിൽ ഒരു സ്ഥലം പറയാം. ഗുജറാത്തിൽ ഏതോ ഒരു സ്ഥലം പറയാം, ഗാന്ധിനഗർ. കണ്ടില്ലേ, ഗാന്ധിനഗർ. ഇവിടെ ഗാന്ധിനഗർ ഒരു പോയിൻ്റ് ആണെങ്കിൽ, ഗുജറാത്ത് നിന്ന് എഴുതി ഇത് ഒരു പോയിൻ്റ് ആണെങ്കിൽ, അവിടെ നിന്ന് തെലുങ്കാന ഏത് ഡയറക്ഷനിലാണ്? ഗുജറാത്തിൽ നിന്ന് നോക്കുമ്പോൾ തെലുങ്കാന ഏത് ഡയറക്ഷനിലാണ്? ഇങ്ങനെ ഈ ഡയറക്ഷനാണിത്. ഗുജറാത്തിൽ നിന്ന് തെലുങ്കാന, രണ്ടും പച്ച കളർ ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. ഗുജറാത്ത് ഒരു പോയിൻ്റാണ്, തെലുങ്കാന ഒരു പോയിൻ്റ് ആണെങ്കിൽ ഗുജറാത്തിൽ നിന്ന് തെലുങ്കാന. ഞാൻ ഈ സ്കെയിലിൽ അഡ്ജോയിൻ ചെയ്യുന്നിരിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ഗുജറാത്തിൽ നിന്ന് തെലുങ്കാനയിലേക്ക് ഏത് ഡയറക്ഷനാണ്? ഒന്ന് പറഞ്ഞു, ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു.